സഞ്ചരിച്ചുകൊണ്ട് ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു സെയിൽസ്മാനായിരുന്നു റോജർ പെറോൺ. അദ്ദേഹം 1971 അമേരിക്കയിലെ റോഡ് ഐലൻഡ് ഹാരിസ് വില്ല ഫാം ഹൗസിലേക്ക് താമസം മാറി. അദ്ദേഹത്തോടൊപ്പം തന്റെ ഭാര്യ കരോളിൻ പെറോണും പെൺമക്കളായ ആൻഡ്രിയ, നാൻസി, ക്രിസ്റ്റിൻ, സിൻഡി എന്നിവരും ഉണ്ടായിരുന്നു. പുതിയ ഭവനം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടെയുള്ള ജീവിതം വളരെ സുഖകരമായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമുക്ക് പലപ്പോഴും നടക്കുന്നത്. അവരുടെ ജീവിതത്തിലും അപ്രകാരമായിരുന്നു. അവർ അവിടെ താമസിച്ച് ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതോടെ അവരുടെ വീട്ടിൽ അമാനുഷികമായ കുറേ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും മൂത്ത മകൾ ആൻഡ്രിയയ്ക്കും അമ്മ കരോലിനുമാണ് ഈ പ്രേതാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെട്ടത്. അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തിരിക്കുന്ന വസ്തുക്കളോ മറ്റ് എന്തെങ്കിലും ഉപകരണങ്ങളോ മറ്റൊന്നിന്റെയും സഹായം കൂടാതെ ചലിക്കുന്നതായും പെട്ടെന്ന് താഴെ വീണ് പൊട്ടുന്നതായും അനുഭവപ്പെട്ടു. ആദ്യമൊക്കെ ഇത് വെറും തോന്നലുകൾ മാത്രമായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അമ്മയും മകളും ഈ കാര്യം പരസ്പരം ചർച്ച ചെയ്തതേയില്ല. എന്നാൽ പോകെ പോകെ ഈ അമാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം കൂടുതലായി വന്നു. വളരെ ഭയം തോന്നിക്കുന്ന ചില രൂപങ്ങളും ചില ഭയാനകരമായ ശബ്ദങ്ങളും അവർക്ക് കേൾക്കാനായി തുടങ്ങി. കൂടാതെ എത്രയൊക്കെ വൃത്തിയാക്കിയിട്ടാലും അവരുടെ റൂമുകളിൽ വളരെയധികം ദുർഗന്ധം ഉള്ളതായി അനുഭവപ്പെട്ടു. റോജർ ഇല്ലാത്ത സമയത്താണ് കൂടുതലായും ഈ അനുഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റോജറിന് ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയയുമില്ലായിരുന്നു. അമാനുഷികമായ പ്രവർത്തനങ്ങൾ അധികമായപ്പോൾ അവർ ഒരുമിച്ച് റോജറോട് ഈ കാര്യം പറഞ്ഞു. ആദ്യമൊക്കെ വിശ്വസിച്ചില്ല എങ്കിലും പിന്നീട് അവർ ലോറൻ വാറിനെ വിവരം അറിയിക്കുന്നു. ലോറൻ വാറൻ ദമ്പതികൾ അക്കാലത്തെ ഏറ്റവും മികച്ച പ്രേത വേട്ടക്കാരായിരുന്നു. അവർ ആ വീട് സന്ദർശിച്ചതിനെ തുടർന്ന് അവരൊരു കാര്യം ആ ഫാമിലിയോട് പറയുന്നു. ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ഒരു വ്യക്തി ബാത്ഷേബ ഷെർമാൻ, അവർ ഒരു മന്ത്രവാദിയായിരുന്നു. അവർ മന്ത്രവാദത്തിനായി സ്വന്തം കുഞ്ഞിനെ ബലിയർപ്പിക്കുകയും പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അവരുടെ ശാപമാണ് നിങ്ങളെ പിന്തുടരുന്നത്. പിന്നീടാണ് കരോളിൻ പെറോണിൽ വളരെയധികം മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അവളുടെ പ്രവർത്തനങ്ങളും അവളുടെ ദിനചര്യകളും എല്ലാം മാറി. സ്വന്തം കുഞ്ഞിനെ പോലും അവൾ കൊല്ലുവാനായി ശ്രമിച്ചു. ഈ ലോകത്തിൻ്റെതല്ലാത്ത ഒരു ഭാഷയിലും ശബ്ദത്തിലും അവർ സംസാരിക്കാനായി തുടങ്ങി. അതിനെ തുടർന്ന് ലോറൻ വാറൻ ദമ്പതികൾ അവരിൽ ഒരു ഭൂതോച്ചാടനം നടത്തുകയും ആ ഭൂതത്തെ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. ഭൂതോച്ചാരണം നടക്കുന്ന സമയത്ത് കരോലിൻ താൻ ഇരുന്ന കസാരയിൽ നിന്ന് വായുവിലേക്ക് പോകുകയും പിന്നീട് അതേ സ്ഥലത്തേക്ക് വന്ന് ഇരിക്കുകയും ചെയ്തതായി ഇത് കണ്ടുനിന്ന മകൾ ആൻഡ്രിയ പറയുന്നു. ഈ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയാണ് 2013 കോഞ്ചറിംഗ് എന്ന സിനിമ പുറത്തിറങ്ങിയത്. സിനിമയിൽ കാണുന്നതിനേക്കാളും അല്പം വ്യത്യാസമാണ് യഥാർത്ഥ കഥയ്ക്കുള്ളത്. ഒന്ന്, ഇതൊരു ഹ്രസ്വകാല സംഭവമല്ല. കാരണം 1971 പെറോൺ ഫാമിലി അവിടെ താമസം തുടങ്ങി 1980 അവർ അവിടെ നിന്ന് മാറുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 10 വർഷത്തോളം അവർ ആ വീട്ടിൽ തന്നെ താമസിച്ചിരുന്നു. കൂടാതെ ബെർഷേബ ഷെർമാൻ സ്വന്തം മകളെ കൊന്ന കുറ്റത്തിന് വിചാരണ നേരിട്ടുവെങ്കിലും അവരെ വെറുതെ വിട്ടതായും ആത്മഹത്യ ചെയ്തല്ല അവർ മരിച്ചത്, ഒരു പക്ഷപാതം വന്നാണ് മരിച്ചതെന്നും പറയപ്പെടുന്നു. ഈ കഥയിൽ എത്രത്തോളം സുതാര്യത ഉണ്ട് എന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും തങ്ങൾക്ക് സംഭവിച്ച അനുഭവങ്ങൾ വളരെ സത്യമാണ് എന്ന് പെറോൺ ഫാമിലി ഒരേ സ്വരത്തിൽ പറയുന്നു. കെട്ടുകഥകൾക്കും ഐതിഹ്യങ്ങൾക്കും ഒട്ടും കുറവില്ലാത്ത നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.